മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. പഞ്ചാരക്കൊല്ലി സ്വദേശി രാധയാണ് കൊല്ലപ്പെട്ടത്. കാപ്പി പറിക്കാൻ സ്വകാര്യ തോട്ടത്തിലേക്ക് പോയപ്പോഴായിരുന്നു ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. കടുവയെ വെടിവെച്ച് കൊല്ലാൻ വനം വകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് 100-ലധികം വനം വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. വയനാട്ടിൽ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായി. രാവിലെ 11 മണിയോടെ പട്രോളിങ്ങിനിറങ്ങിയ തണ്ടർബോൾട്ട് സംഘമാണ് പഞ്ചാരക്കൊല്ലിയിലെ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം കടുവ പാതി ഭക്ഷിച്ച നിലയിൽ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ തോട്ടത്തിൽ കാപ്പിക്കുരു പറിക്കാനായി പോയ രാധയെ കടുവ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് വിവരം. മൃതദേഹം കടുവ അല്പദൂരം വലിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. വനംവകുപ്പ് വാച്ചറായ അപ്പച്ചന്റെ ഭാര്യയാണ് 45-കാരിയായ രാധ. സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നത് പ്രതിഷേധക്കാർ തടഞ്ഞു. സ്ഥലത്തെത്തിയ മന്ത്രി OR കേളുവിനെതിരെയും പ്രതിഷേധമുയർന്നു. കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. പിന്നാലെ കടുവയെ വെടിവെച്ചു കൊല്ലുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. തൊഴിലാളികൾക്ക് വനംവകുപ്പ് RRT സംഘത്തിന്റെ സംരക്ഷണം നൽകും. മരിച്ച രാധയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 5 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഇതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ സംസ്കരിക്കും. കടുവയെ വെടിവെച്ച് കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. മയക്കുവെടിവെച്ച് പിടികൂടാൻ ശ്രമം നടത്തിയ ശേഷമായിരിക്കും വെടിവെച്ച് കൊല്ലുന്നതിൽ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, വയനാട്.